പെരുന്നാൾ സമ്മാനമായി സ്നേഹഭവനമൊരുക്കി സ്നേഹസ്പർശം ചാരിറ്റി ഫൗണ്ടേഷൻ. ഒമാനിലുള്ള സ്കൈലൈൻ ഗ്രൂപ്പുമായി സഹകരിച്ചാണ് ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ദുൽ അസീസിന്റെ നേതൃത്വത്തിൽ പദ്ധതി നടപ്പിലാക്കിയത്. സ്നേഹഭവൻ പദ്ധതിയുടെ ഭാഗമായി സ്നേഹസ്പർശം ചാരിറ്റി ഫൗണ്ടേഷൻ നിർമ്മിച്ച 25ാമത്തെ സ്നേഹഭവനത്തിന്റെ താക്കോൽദാനം നടന്നു. തളിക്കുളം നേതാജി നഗറിലുള്ള ക്യാൻസർ രോഗിയായ അമ്പലത്ത് വീട്ടിൽ ബഷീറിന്റെ കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ തിരുവോണ നാളിലാണ് വീടിന്റെ തറക്കല്ലിടൽ നടന്നത്. 10 മാസം കൊണ്ട് മനോഹരമായ വീടാണ് നിർമ്മിച്ചത്. ചടങ്ങിൽ സ്നേഹസ്പർശം മുഖ്യ രക്ഷാധികാരി TN പ്രതാപൻ അധ്യക്ഷനായി. കാരുണ്യത്തിന്റെ കാൽനൂറ്റാണ്ട് പിന്നിട്ട ജീവകാരുണ്യ പ്രവർത്തകനായ അബ്ദുൽ അസീസ് തളിക്കുളം പൗരാവലിക്കു വേണ്ടി KC എബ്രഹാമും TN പ്രതാപനും ചേർന്ന് ഉപഹാരം നൽകി ആദരിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാര സമർപ്പണവും നടത്തി. സ്നേഹസ്പർശം ഡയറക്ടർ PK അബ്ദുൽ ഗഫൂർ, സെക്രട്ടറി PK ഹൈദരാലി, CM നൌഷാദ്, അൻവർ ഉള്ള, മുഹമ്മദ് സഗീർ എന്നിവർ സംസാരിച്ചു. ഞാൻ പറയും തറകെട്ടിൽ മാത്രം കാര്യമില്ല, അതുകൊണ്ടിൻ്റെ കാര്യങ്ങൾ ഞാനിപ്പോൾ ഞാൻ തന്നെ ഇത് പകുതി വേറെ ആളും പകുതി ഞാനും അത് ശരിയല്ല എന്ന് പറയും. അപ്പോൾ ഈ 25ാമത്തെ വീട് പണിതോണ്ടിരുന്നപ്പോൾ തന്നെ 25, 26, 27 കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ 27 വീട് ഇപ്പോൾ കഴിഞ്ഞ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഉദ്ഘാടനം ചെറിയ രീതിയിൽ നടന്നു കഴിഞ്ഞു. ഞാൻ ഈ വീട് കൊടുക്കുന്നത് ഞാനൊരു ചെറിയ, അതായത് ഒരു വളരെ പാവപ്പെട്ട വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ വീടില്ലാത്തവരുടെ ഭക്ഷണമില്ലാത്തവരുടെയൊക്കെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ ചെരുപ്പില്ലാതെ 5-8 കിലോമീറ്റർ നടന്നിട്ടൊക്കെയാണ് പഠിക്കുന്നത്. ആ വന്ന വഴി ഞാൻ ഒരിക്കലും മറക്കത്തില്ല. അപ്പോൾ അത് ഇപ്പോഴത്തെ തലമുറക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. കാരണം അവർ വന്നു കഴിയുമ്പോഴത്തേക്കും കുറേ ഇതൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും വന്ന വഴി മറന്നു പോകുന്ന ഒരു സമൂഹമാണ് ഇപ്പോൾ നമ്മുടെ ഉള്ളത്. അപ്പോൾ അത് വിശക്കുന്നവൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങളുടെ ഇപ്പോൾ അസീസ് പറഞ്ഞില്ലേ പോലും ഞാൻ 2-3 വർഷമായിട്ട് ഞങ്ങളുടെ ഇവിടെ ഒരു ക്യാമ്പിൽ വെച്ചിട്ടുണ്ട്. ഒരു 10 ഊണ് ഒരു ക്യാമ്പിൽ 3 വർഷമായിട്ട് എല്ലാ ദിവസവും വെച്ചതുപോലെ ആവശ്യക്കാർക്ക് വന്ന് വരുക, എടുക്കുക, കഴിക്കുക.